എങ്ങനെയാണ് മനസ്സ് ശാന്തമാക്കുന്നത് എന്നറിയാമോ? എപ്പോഴും ഭയങ്കര ടെൻഷനാണ്, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ എല്ലാം ഉത്തരം മനസ്സ് ശാന്തമാകുന്നില്ല എന്നതാണ്. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ മനസ്സിന്റെ ശാന്തതയെക്കുറിച്ചൊക്കെ ആര് ചിന്തിക്കാനാണ്, അല്ലേ? ശരീരത്തിന് പുറത്തുള്ള, അതായത് കയ്യിലും കാലിനും കണ്ണിനുമൊക്കെയുള്ള അസുഖങ്ങൾ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയുന്നു. അതിനുള്ള ചികിത്സ തേടി വലിയ ചിലവ് കൊടുത്ത് ഡോക്ടർമാരെ കാണുന്നു. എന്നാൽ മനസ്സിനുള്ള ചികിത്സയ്ക്ക് ആര് മുൻകൈയെടുക്കും? ഏത് ഡോക്ടറെ ചെന്ന് കാണും? ഇതിനെല്ലാമുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരാം. ഈ കഥ ഒന്ന് കേട്ടു നോക്കൂ. ഒരിക്കലും ഒരു യുവാവ് തനിക്ക് മനസ്സിന് ശാന്തത ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു ജ്ഞാനിയെ കാണുവാൻ പോവുകയാണ്. അങ്ങനെ ആ ജ്ഞാനി ഇത് കേട്ടിട്ട് ആ യുവാവിനോട് ഇങ്ങനെ പറയുകയാണ്, കുറച്ച് അകലെ എൻ്റെ ഒരു സഞ്ചി ഇരിക്കുന്നുണ്ട്, ആ സഞ്ചി ഒന്ന് എടുത്തു കൊണ്ടുവരാമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആ യുവാവ് ആ സഞ്ചി, എന്നാൽ ഞാൻ പറഞ്ഞതല്ലേ എന്ന രീതിയിൽ ആ സഞ്ചി പോയി കൊണ്ടുവരികയാണ്. ആ സഞ്ചി ആവട്ടെ ഭയങ്കര ശൂന്യമായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ എളുപ്പത്തിൽ കൊണ്ടുവരികയാണ്. ജ്ഞാനി കൊടുത്തു. അപ്പം അത് വാങ്ങിച്ചിട്ട് ജ്ഞാനി പെട്ടെന്ന് ഓർത്തിട്ട് പറയാണ്, അയ്യോ ഞാനൊരു കാര്യം മറന്നു, ഈ സഞ്ചിയിൽ ഒരു പെട്ടി ഇട്ടിട്ട് വേണം കൊണ്ടുവരാൻ. ആ സഞ്ചി ഇന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പെട്ടി ഉണ്ടായിരുന്നു, ആ പെട്ടി ഈ സഞ്ചിയിൽ ഇട്ടിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ആ യുവാവ് വീണ്ടും സഞ്ചിയെടുത്ത് ആ പെട്ടിയെടുത്ത് കൊണ്ടുവരികയാണ്. ആ പെട്ടിയാകട്ടെ ഭയങ്കര ഭാരമുള്ള ഒന്നായിരുന്നു. അങ്ങനെ യുവാവ് വളരെ കഷ്ടപ്പെട്ട് ആ പെട്ടിയൊക്കെ ചുമന്ന് കൊണ്ടുവരികയാണ്. അങ്ങനെ ജ്ഞാനിയുടെ കയ്യിൽ ആ പെട്ടി കൊടുക്കുകയാണ്. അങ്ങനെ ജ്ഞാനി ഇങ്ങനെ ചോദിക്കുകയാണ്, കൈ വേദനിച്ചൂലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യുവാവ് പറയാണ്, വേദനിച്ചു എന്ന് പറയാണ്. അങ്ങനെ ജ്ഞാനി പറയാണ്, ആ പെട്ടി ഒന്ന് തുറക്കാൻ പറയാണ്. അങ്ങനെ യുവാവ് ആ പെട്ടി തുറന്നു. പെട്ടി തുറന്നപ്പോൾ ആ യുവാവ് ഞെട്ടിപ്പോയി. കാരണം അതിൽ മുഴുവൻ ചപ്പ് ചവറുകളായിരുന്നു. കുറച്ചൊന്നല്ല കേട്ടോ, വളരെ ഭാരം തോന്നിക്കുന്ന ചപ്പ് ചവറുകളായിരുന്നു. അപ്പോൾ യുവാവ് ചോദിക്കുകയാണ്, ഇത്രയും ചപ്പ് ചവറ് ഭാരം കൊണ്ട് സഹിച്ചാണല്ലോ ഞാൻ വന്നത്, അങ്ങ് എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജ്ഞാനി പറയാണ്, നിന്റെ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ നിനക്ക് തന്നത്. നീ ആദ്യം ഒരു സഞ്ചി കൊണ്ടുവന്നില്ലേ, ആ സഞ്ചി പോലെയാണ് നിന്റെ മനസ്സ്. ഈ മനസ്സിൽ നീ പല പല ആഗ്രഹങ്ങളും ചിന്തകളും പഴയതും പുതിയതുമായ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ചപ്പ് ചവറുകൾ നിറച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആണ് നീ ഈ പെട്ടി കൊണ്ടുവന്നത്. അതുകൊണ്ട് നിനക്ക് വളരെ ഭാരം തോന്നി. പക്ഷേ ഇതൊന്നുമില്ലാത്ത വളരെ പ്യുവറായിട്ടുള്ള ആ മനസ്സായിരുന്നു ആദ്യം നീ എടുത്തു കൊണ്ടുവന്ന ആ സഞ്ചി. ആ സഞ്ചി കയ്യിൽ പിടിച്ചപ്പോൾ നിനക്ക് വല്ല ഭാരവും തോന്നിയോ? ഇതുപോലെ നിന്റെ മനസ്സിലെ ആഗ്രഹങ്ങളെ കളയും. ആഗ്രഹങ്ങളില്ലാതായാൽ നമ്മുടെ മനസ്സിന് ശാന്തത ലഭിക്കും. ആഗ്രഹങ്ങൾ ആശയാണ്. ആശ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് വേണം എന്ന ചിന്തയായി. അത് കിട്ടിക്കഴിഞ്ഞാലോ അത് നിലനിർത്തുവാനുള്ള ഭയമായി. അത് പോവുമോ എന്നൊക്കെയുള്ള ഭയം. അത് പോയി കഴിഞ്ഞാലോ അത് പോയി എന്ന വേദനയായി. വേദന മാറി വളരെ കഠിനമായ മാനസിക പ്രശ്നമാവും. അങ്ങനെ ഇതിനെല്ലാം ആദ്യം ചെയ്യേണ്ടത് ആശയെ എടുത്ത് കളയുക എന്നതാണ്. ആഗ്രഹങ്ങളില്ലാതെ ഒരു മനുഷ്യനും ജീവിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ അവിടെ ദുരാഗ്രഹങ്ങൾ ഒഴിവാക്കണം എന്ന് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മനസ്സിന് തീർച്ചയായും ശാന്തത ലഭിക്കും. ഇങ്ങനെ മനസ്സിന് ശാന്തത ലഭിക്കുന്ന ഭഗവാന്റെ ഈ 10 അവതാരങ്ങളെക്കുറിച്ച് നമ്മുടെ ചാനലിൽ നമ്മൾ ഓരോ പാർട്ടുകളായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് അവസാനമായിട്ട് നമ്മൾ വാമന അവതാരത്തിൻ്റെ കഥയാണ് പറഞ്ഞത്. അപ്പോൾ ആ വീഡിയോകൾ എല്ലാവരും കാണാൻ, വളരെ പുണ്യവും ശാന്തതയും എല്ലാം നിറഞ്ഞ കഥകളാണ്. എല്ലാവരും കാണാം. താങ്ക് യു.